കുറേ ഫൈറ്റും എല്ലാ മാഷന്മാരുടെ കൂടെ അങ്ങനെ അസിസ്റ്റൻ്റ് അങ്ങനെ കുറേ മാഷ്, ത്യാര മാഷ്, വിജയ മാഷ്, ജൂഡരത്നം, സൂപ്പർ സുബ്രായൻ, ധർമ്മൻ, അങ്ങനെ എല്ലാവരുടെ അടുത്തും കൂടെ പോയി അസിസ്റ്റൻ്റായി. അങ്ങനെ അസിസ്റ്റൻ്റായിട്ട് നമുക്ക് അങ്ങനെ ഒരു ഫൈറ്റ് മാഷാണ്ടിക്കൽ ആ സമയത്ത് ഒരു 7 കൊല്ലം ഒരു മാഷ കീഴിൽ അസിസ്റ്റൻ്റായിട്ടോ ഫൈറ്ററായിട്ടോ 7 കൊല്ലത്തിന് ശേഷമാണ് നമുക്ക് ഒരു പടത്തിന് മാഷാവാൻ പറ്റും, സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് നമ്മൾ എടുത്തുകൊണ്ട് പോയി ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തറിയും, ഇതെല്ലാം അറിഞ്ഞിട്ടാണ് പോകേണ്ടത്. പല സിനിമകളുടെ എക്സ്പീരിയൻസ് വേണം, ഫൈറ്റിനെ പറ്റി അങ്ങനെ അറിയാം എല്ലാം. അതുകൊണ്ട് നമുക്കൊരു മാർഷൽ ഇത്രയാകുമ്പോൾ ഒരു ആൾക്കാർ പേടിക്കാണ്ട് നമ്മളെ കൂടെ വരുന്നത്. ഇപ്പോൾ ഓരോരുത്തർ പുതിയതായിട്ട് വരുമ്പം അത് നമുക്ക് എങ്ങനെ റിസ്ക് എന്ന് പറയാൻ പറ്റില്ല. ഇത് ഫുൾ ട്രെയിനിങ് എടുത്ത് ഉള്ളാകുമ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള അതെ അത് നമ്മൾ ഇത് ചെയ്യണം. നമ്മൾ ഇല്ലായിരിക്കും നമ്മളൊരു ആർട്ടിസ്റ്റിന് ഇപ്പം ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്താൽ നമുക്ക് റിസ്ക് ആണെന്ന് നമുക്ക് മനസ്സിലുണ്ടാവും. അതിനെന്തെല്ലാം സേഫ്റ്റി ചെയ്യണം, അങ്ങനെയെല്ലാം നമുക്കൊരു അതാണ് എക്സ്പീരിയൻസ്. ഇത്ര കൊല്ലം എക്സ്പീരിയൻസ്